എടമക്കളെ, ഗണിതവുമായി ബന്ധപ്പെട്ട ഏത് പരീക്ഷയിലും സമയവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യമുണ്ടാകും. ഇന്ന് നമുക്ക് ക്ലോക്കുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പരിചയപ്പെടാം. ഒരു ക്ലോക്കിലെ സമയം 4:10 എങ്കിൽ അതിന്റെ പ്രതിബിംബത്തിന്റെ സമയം എത്രയായിരിക്കും? ചോദ്യം ഒന്നുകൂടി പറയാം. ഒരു ക്ലോക്കിലെ സമയം 4:10 എങ്കിൽ അതിന്റെ പ്രതിബിംബത്തിന്റെ സമയം എത്രയായിരിക്കും? ഇങ്ങനെ ചോദ്യം വന്നാൽ നിങ്ങൾ ഏറെ ഒന്നും ചിന്തിക്കണ്ട. ഉടനെ 11:60 നിന്നും തന്ന സമയം കുറച്ചാൽ മതി. അപ്പോൾ 11:60 കുറക്കണം 4:10. 0 നിന്ന് 0 പോയാൽ 0, 6 നിന്ന് 1 പോയാൽ 5, അപ്പോൾ 50 മിനിറ്റ്. 11 നിന്ന് 4 പോയാലോ 7. അപ്പോൾ ഉത്തരം എത്രയാണ്? 7:50. 7:50. ഇനി 12നും 1നും ഇടയിലുള്ള സമയമാണ് തന്നതെങ്കിൽ നിങ്ങൾ കുറയ്ക്കേണ്ടത് 23:60 നിന്നാണ്. ഓക്കെ, അപ്പോൾ 12:30 സമയം തന്നാൽ അതിന്റെ പ്രതിബിംബം കാണണമെങ്കിൽ 23:60 നിന്നും 12:30 കുറക്കണം. എടമക്കളെ, ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ചിന്തിച്ച് സമയം കളയണ്ട. 2 കാര്യം ഓർത്താൽ മതി. ഒന്ന്, 12നും 1നും ഇടയിലുള്ള സമയമാണെങ്കിൽ 23:60 നിന്നും കുറയ്ക്കുക തന്ന സമയം. അല്ല എങ്കിൽ തന്ന സമയം 11:60 നിന്നും കുറച്ചാൽ മതി. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് എളുപ്പ വഴിയിലൂടെ ഉത്തരം കണ്ടെത്തിയാൽ ഈ ഒരു ആശയം മനസ്സിലായി. എടമക്കളെ, നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ മാർക്ക് നിങ്ങളുടെ പോക്കറ്റിലായി. ഓക്കെ.